പലരും അശ്രദ്ധയിലാവുന്ന എന്നാൽ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കാത്തൊരു വിഷയമാണ് ഉറക്കം എന്നുള്ള കാര്യം. ഉറക്കമില്ലായ്മ ഒട്ടനവധി ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാവാൻ സാധ്യതയുള്ളത്. അതിൽ ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് ബ്രെയിൻ പകൽ സമയത്ത് ഒരുപാട് ആക്ടിവിറ്റീസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആ ഒരു ഊർജം സംഭരിക്കുന്ന സമയത്ത്, ഊർജം എടുക്കുന്ന സമയത്ത് ഒരുപാട് റിയാക്ഷൻസ് ഉണ്ടാകുന്നു. അതിലൂടെ ഒട്ടനവധി ഹാംഫുൾ ആയ കെമിക്കൽസ്, രാസപദാർത്ഥങ്ങൾ ടോക്സിൻ രൂപത്തിൽ വിഷാംശമായിട്ട് അവിടെ ബ്രെയിനിൽ അടഞ്ഞുകൂടുന്നു. ഇതിനെ സ്കാവൻ ചെയ്യുന്നത്, അതിനെ കളയുന്നത്, ക്ലെൻസ് ചെയ്ത് വൃത്തിയാക്കി കളയുന്നത് രാത്രിയിലാണ്. അത് ബ്രെയിനിലുള്ള ഫ്ലൂയിഡ്, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയും, CSF. ഈ CSF 20 മടങ്ങ് വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. സോ വേണ്ട രീതിയിൽ ഒരു ഉറക്കം കിട്ടാത്ത ഒരാൾക്ക് ഈ കെമിക്കൽസ് അടഞ്ഞു കൂടുന്നതിനെ ചെറുക്കാൻ സാധിക്കുകയില്ല. മാത്രമല്ല രാത്രിയിലാണ് ഇൻഫർമേഷൻ ഗ്യാതറിങ്, അതായത് പഴയതും പുതിയതുമായിട്ടുള്ള ഇൻഫർമേഷൻസ് ലിങ്ക് ചെയ്യുന്നത് രാത്രിയിലാണ്. അത് ആ ലിങ്കിങ് മെക്കാനിസം ശരിയായ ഉറക്കമില്ലെങ്കിൽ നടക്കുകയില്ല. മാത്രമല്ല ഓർമ്മക്കുറവിനും വളരെ സാരമായി ബാധിക്കുന്ന, അല്ലെങ്കിൽ ഓർമ്മ കുറവ് അത്രയും ഉണ്ടാവാൻ സാധ്യതയുള്ള വിഷയമാണ് ഉറക്കക്കുറവ് കാരണം. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് ഹൃദയത്തെ സാരമായി ബാധിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഹൃദയത്തിന് ചുറ്റുമുള്ള കൊറോണറി ആർട്ടറി, അതായത് ഹൃദയത്തിലെ രക്തധമനികളിൽ കാൽസിഫിക്കേഷൻ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ കട്ടി പിടിക്കുന്നു. സോ ഒരു 5 വർഷം ഒരാൾ ഏകദേശം ഈ പറഞ്ഞ ഉറക്കം വേണ്ട രീതിയിൽ ഇല്ല എങ്കിൽ 300% സാധ്യതയാണ് ഈ രക്തധമനികളിൽ ഈ കാൽസിഫിക്കേഷൻ ഉണ്ടാവാൻ, കട്ട പിടിക്കാൻ സാധ്യമാകുന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഹൃദ്രോഗ സാധ്യത വളരെ വർദ്ധിക്കും എന്നുള്ളതാണ് ഉറക്കമില്ലാത്ത ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. മൂന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് രോഗപ്രതിരോധ ശേഷി സാരമായി ബാധിക്കും എന്നുള്ളതാണ്. നമുക്കറിയാം, ഇപ്പോൾ കോവിഡിന്റെ കാലഘട്ടമാണ്. രോഗപ്രതിരോധ ശേഷി നന്നായിട്ട് വർദ്ധിക്കേണ്ട ഒരു സമയമാണിത്. ഇവിടെ ഒരാൾക്ക് ഒരു പനി ബാധിക്കുന്നു, അല്ലെങ്കിൽ ജലദോഷം വരുന്നു. അദ്ദേഹം ഒരാഴ്ച മുമ്പ് വേണ്ട രീതി ഉറങ്ങിയിട്ടില്ല എങ്കിൽ അദ്ദേഹത്തിനുണ്ടാകുന്ന ആൻറ്റിബോഡീസ്, അതായത് നമ്മുടെ പോളിസ്മെൻസ് ആൻറ്റിബോഡീസ്, അത് സെക്രീറ്റ് ചെയ്യുന്നത് പകുതി കൊണ്ട് കുറയും എന്നുള്ളതാണ്. അപ്പോൾ ഉറക്കമില്ലായ്മ, അല്ലെങ്കിൽ ഉറക്കം വേണ്ട രീതിയിൽ ഇല്ല എങ്കിൽ ഈ രൂപത്തിലുള്ള രോഗപ്രതിരോധ സാരമായി ബാധിക്കുന്ന വിഷയം ഇതിലുണ്ടെന്നുള്ളതാണ്. നാലാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് മെറ്റബോളിക് ഡിസോർഡേഴ്സ്, അതായത് ചയാപചയ പ്രക്രിയയെ നന്നായിട്ട് ബാധിക്കുന്നു. അത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലുള്ള 2 തരത്തിലുള്ള ഹോർമോണുകളുണ്ട്. ഗ്രെലിൻ എന്ന് പറയുന്ന ഹോർമോൺ, അത് ഹങ്കർ ഹോർമോൺ എന്ന് പറയും, വിശപ്പ് വരുന്നുണ്ടെങ്കിൽ വിശപ്പിനെ സഹായിക്കുന്ന ഹോർമോൺ. രണ്ടാമത്തത് ലെപ്റ്റിൻ, അതായത് സാറ്റിസ്ഫൈങ് ഹോർമോൺ, അതായത് നമ്മുടെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇനി സംതൃപ്തിയായി നിർത്താം എന്ന് പറയുന്ന ഹോർമോൺ. ഈ ഉറക്കം ശരിയായ രീതിയിൽ ഇല്ലാത്ത ആളുകൾക്ക് ഗ്രെലിൻ എന്നുള്ള ഹോർമോൺ, ഹങ്കർ ഹോർമോൺ കൂടുതലാവുകയും ലെപ്റ്റിൻ ഹോർമോൺ താവുകയും ചെയ്യും. അപ്പോൾ സംഭവിക്കുന്നത് എത്ര ഭക്ഷണം കഴിച്ചാലും ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരിക്കാൻ തോന്നും, പക്ഷേ സാറ്റിസ്ഫൈഡ് ആവുകയില്ല, അല്ലെങ്കിൽ സംതൃപ്തി ആവുകയില്ല. അതായത് അതുകൊണ്ട് തന്നെ അവർ കഴിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരുപാട് ആരോഗ്യ പ്രശ്നം അതുകൊണ്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ഇൻസുലിൻ്റെ എഫക്ടിവിറ്റി കുറയുന്നു. അതായത് ഇപ്പോൾ ഡയബറ്റിക് പേഷ്യൻസിന്, അതായത് ഷുഗർ, പ്രമേഹ രോഗികൾക്ക് അവരുടെ ഇൻസുലിൻ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താത്തൊരവസ്ഥ ഉണ്ടാവുകയും അവർ ഷുഗർ വർദ്ധിക്കാൻ കാരണമാകും. മാത്രമല്ല ഈ ഡയബറ്റിക്, അതായത് ആരോഗ്യമുള്ള ആളുകൾക്ക് 3 ആഴ്ച, നേരത്തെ ഒരു പഠനം നടത്തിയിരുന്നു, 3 ആഴ്ചയോളം നല്ല ആരോഗ്യ ദീർഘാത്രയ ആളുകൾ ഉറക്കം ഇല്ലാത്ത, അല്ലെങ്കിൽ ഉറക്കം വേണ്ട രീതി ഇല്ലാത്ത ആളുകൾക്ക് ഏകദേശം ഒരു പ്രീ ഡയബറ്റിക് ഫേസിലേക്ക് പോകുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതായത് പ്രമേഹത്തിന് തൊട്ട് മുമ്പുള്ള ഫേസിലേക്ക് വരെ അവരെത്തിയിട്ടുണ്ടെന്നാണ് 3 ആഴ്ചയുടെ ഉറക്കക്കുറവ് കാരണം. ഇനി പറയാനുള്ളത്, നല്ല ഉറക്കം കിട്ടണമെങ്കിൽ 5 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമത്തേത് റെഗുലാരിറ്റിയാണ്, അതായത് ഒരു കൃത്യനിഷ്ഠ. നമ്മൾ ഉറങ്ങുന്ന സമയം കൃത്യമായി നമ്മളൊന്ന് കണ്ടുവെക്കണം. അതായത് പലപ്പോഴും നമ്മളൊക്കെ അലാറം വെക്കാറുണ്ടല്ലോ എണീക്കാൻ വേണ്ടിയിട്ട്, പക്ഷേ ആരും ഉറങ്ങാൻ വേണ്ടിയിട്ട് ടൈം അലാറം വെക്കാറില്ല. പക്ഷെ നമ്മളൊരു അലാറം വെക്കണം. ഒരു 10 മണിക്കാണ് കിടക്കുന്ന ഒരാളാണെങ്കിൽ 9:30 അലാറം വെക്കുന്നത്, അരമണിക്കൂറിനുള്ളിൽ അയാൾ കിടന്നിരിക്കണം എന്നുള്ളത്. അപ്പോൾ അതിനുവേണ്ടി ഒരുങ്ങണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു വിഷയം. രണ്ടാമത്തേത്, നമ്മുടെ ബോഡിയിൽ ഒരു 24 hour ഒരു ക്ലോക്ക് ഉണ്ട്, ഓർഗൻ ക്ലോക്ക് തിയറി എന്ന് പറയും. നമ്മുടെ എല്ലാ അവയവങ്ങളും ഈ ക്ലോക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ചലിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ക്ലോക്ക് നമ്മൾ ആവശ്യപ്പെടുന്നത് ഒരു കൃത്യനിഷ്ഠ ഉണ്ടാവുന്നതാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ ഹോർമോണുകൾ മുതൽ നമ്മൾ എല്ലാ എൻസൈം ആക്ടിക് ആക്ഷൻ മുതൽ എല്ലാം നടക്കുന്നത് ഈ ക്ലോക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. സോ നമ്മളൊരു സ്ലീപ്പ് അവേക്ക് പാറ്റേൺ കൃത്യമായി നമ്മൾ ഒരു ടൈം കാണുക എന്നുള്ളതാണ്. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് ടെമ്പറേച്ചറാണ്, അതായത് താപനില. നമ്മുടെ റൂമിൻ്റെ ഒരു ചൂടുള്ള അവസ്ഥയിലാവരുത്, ഇത്തിരി തണുപ്പുള്ള ഒരു താപനിലയിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ജനലൊക്കെ ഒന്ന് തുറന്നു വെച്ച് നമ്മൾ ഇനി ചൂടുള്ള കാലഘട്ടമാണെങ്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത്തിരി മേല് കഴുകി കിടക്കുന്നൊരവസ്ഥ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ ഒന്ന് അംഗശുദ്ധി വരുത്തി കിടക്കുന്നൊരവസ്ഥ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ ഇത്തിരി തണുപ്പോട് കൂടി ഉണ്ടെങ്കിൽ മാത്രമാണ് ഉറക്കം ഒന്നുകൂടെ പ്രയാസമില്ലാതെ ഉറങ്ങാൻ സാധിക്കും. മൂന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് ബെഡിങ് ആണ്. ബെഡ് വൃത്തിയായി സൂക്ഷിക്കുക. മാത്രമല്ല ബെഡിനും ബ്രെയിനിനും ഒരു റിലേഷൻ ഉണ്ട്.
ആ റിലേഷൻ എപ്പോഴും നമ്മൾ സാധാരണ പറയാറുണ്ട്, നമ്മൾ ബെഡിൽ കിടന്ന് ചെയ്യരുത്, ഉണർന്നിരിക്കുന്ന സമയത്ത് അവിടെ ഫോൺ വിളിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യുകയോ ബെഡിൽ വെച്ച് ചെയ്യരുത് എന്നുള്ളത്. കാരണം ബെഡ് കാണുമ്പോഴേക്കും ബ്രെയിൻ ഡിറ്റക്ട് ചെയ്ത് കാണാം എന്ത് ഞാൻ ഉറങ്ങാൻ വേണ്ടി പോകുന്നു എന്നുള്ളത് ബ്രെയിനിൽ മെസ്സേജ് കൊടുക്കുന്ന രീതിയിലായിരിക്കണം. ബെഡ് എപ്പോഴും ഉറങ്ങാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്ഥലമാക്കി തന്നെ സൂക്ഷിക്കണം. നാലാമത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഡാർക്ക്നെസ് ആണ്. അതായത് അന്ധകാരം സൃഷ്ടിക്കുക. അതായത് നമ്മൾ കിടക്കുന്ന റൂമിൽ നല്ലൊരു ഡാർക്ക് റൂമാക്കി മാറ്റുക എന്നുള്ളത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ മെലറ്റോണിൻ എന്നുള്ള ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നത് കൂരിട്ടിൽ കിടന്നുറങ്ങുമ്പോഴാണ്. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന സീറോ ബൾബ് മുതൽ ചെറിയ ലൈറ്റ് മുതൽ മൊബൈലിൻ്റെ ടോർച്ചിൽ വെളിച്ചം പോലും മെലറ്റോണിൻ എന്നുള്ള ഹോർമോൺ സെക്രീറ്റ് ചെയ്യാതെ പോകും. ഈ മെലറ്റോണിൻ ഹോർമോൺ സെക്രീറ്റ് ചെയ്യുമ്പോഴാണ് നല്ല ഉറക്കിലേക്ക് ഒരാൾക്ക് പോകാൻ സഹായിക്കുന്നത്. മാത്രമല്ല മെലറ്റോണിൻ എന്നുള്ള ഹോർമോൺ സെക്രീറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ഒട്ടനവധി ക്യാൻസർ വരാനുള്ള, അതായത് ബ്രസ്റ്റ് ക്യാൻസർ പോലുള്ള ക്യാൻസേഴ്സ് വരാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ബ്രസ്റ്റ് ക്യാൻസർ വരാൻ സാധ്യതയുള്ള ആളുകളെ പുതിയ പഠനത്തിൽ പറയുന്നത് ബ്രസ്റ്റ് ക്യാൻസർ വരാൻ സാധ്യതകൾ ഉള്ളവരെ ബ്ലാക്ക് ഗ്ലാസ് ധരിച്ച്, കറുത്ത ഗ്ലാസ് ധരിച്ച് ഉറങ്ങാൻ പറയാറുണ്ട്. കാരണം അത്ര ഇരുട്ടായിരിക്കണം അവർ ഉറങ്ങുമ്പോൾ മെലറ്റോണിൻ സെക്രീറ്റ് ചെയ്യുകയും അതോടുകൂടി നല്ലൊരു ഉറക്കം കിട്ടുന്നൊരവസ്ഥ ഉണ്ടാവുകയും ഇങ്ങനെയുള്ള ക്യാൻസറുകൾ അല്ലാതെ സൂക്ഷിക്കാൻ സാധിക്കും. പിന്നെ രാത്രി ഉറങ്ങുമ്പോൾ തൊട്ട് മുമ്പായിട്ട് കുടിക്കുന്ന ചായയോ കോഫിയോ അല്ലെങ്കിൽ ആൽക്കഹോൾ ഡ്രിങ്ക്സോ അങ്ങനെയുള്ള മദ്യങ്ങളോ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഈ ചായ കാപ്പി പോലത്തെ പാനീയങ്ങൾ നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട അഞ്ചാമത്തെ ഒരു കാര്യം. ഇത്രയും കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം.